മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പി.ജെ. ജോസഫ് എം.എൽ.എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനാതിർത്തിയോടനുബന്ധിച്ച് 10 കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടി വരുമെന്ന് യോഗം വിലയിരുത്തി. ഫെൻസിംഗ് സ്ഥാപിക്കാൻ എം.എൽ.എയും എം.പിയും ചേർന്ന് 18 ലക്ഷം രൂപ അനുവദിച്ചു. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി 10 ലക്ഷം രൂപ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നൽകുമെന്ന് പി.ജെ. ജോസഫ് എം.എൽ.എയും 8 ലക്ഷം രൂപ എം.പിയുടെ ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് ഡീൻ കുര്യാക്കോസ് എം.പിയും അറിയിച്ചു. ബാക്കി ആവശ്യം വരുന്ന തുക അനുവദിക്കുന്ന കാര്യം ജില്ലാ കളക്ടറുമായി ആലോചിച്ച് നടപടി കൈക്കൊള്ളാമെന്ന് സബ് കളക്ടർ യോഗത്തിൽ അറിയിച്ചു. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള വിശദമായ എസ്റ്റിമേറ്റ് അടിയന്തരമായി തയ്യാറാക്കാൻ മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. എസ്റ്റിമേറ്റ് ലഭിച്ചാൽ ഉടൻ പദ്ധതി നിർദ്ദേശം കളക്ടർക്ക് നൽകും. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ആവശ്യത്തിന് വാളറ മുതൽ നീണ്ടപാറ വരെ പെൻസ്റ്റോക്ക് പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. പെൻസ്റ്റോക്ക് പൈപ്പുകൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ഉൾവനങ്ങളിലേക്ക് കാട്ടാനകൾക്ക് കടന്നുപോകാനാകുന്നില്ല. പെൻസ്റ്റോക്ക് പൈപ്പ് കടന്നുപോകുന്ന വഴിയിൽ ആനയുടെ സ്വാഭാവിക സഞ്ചാരം സുഗമമാക്കാൻ റാമ്പ് നിർമ്മിക്കുന്ന കാര്യം വനംവകുപ്പ് ആലോചിച്ചു വരികയാണെന്ന് DFO വ്യക്തമാക്കി. കാടിനുള്ളിലേക്ക് അവശേഷിക്കുന്ന കാട്ടാനകളെ കയറ്റിവിടുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കണമെന്നും വനപ്രദേശങ്ങളോട് ചേർന്ന് അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്ന ജോലി ഉടൻ തുടങ്ങണമെന്നും പി.ജെ. ജോസഫ് MLA നിർദ്ദേശിച്ചു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന വരാതിരിക്കത്തക്കവണ്ണം ഇപ്പോൾ എറണാകുളം ജില്ലയിലെ 5 കിലോമീറ്റർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഒരു 10 കിലോമീറ്റർ കൂടെ ചെയ്യേണ്ടത്. ഇപ്പം ഫോറസ്റ്റുകാർ പറയുന്നത് 30 ലക്ഷം രൂപ കൊണ്ട് തീർക്കാവുന്നുണ്ട്. എസ്റ്റിമേറ്റ് കിട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി തുടങ്ങി വയ്ക്കാൻ ഒരു 10 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ, 8 ലക്ഷം രൂപ MPയുടെ ഫണ്ടിൽ ഇമ്മീഡിയറ്റായിട്ടാണ് പിന്നെ ബാക്കി ഫണ്ട് ഉണ്ടാകണം. അതിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇടുക്കി പാക്കേജിൽ നിന്നും ഉണ്ടാകത്തക്ക എപ്പോഴും എടുക്കുകയാണ്. ഏതായാലും ഈ 10 കിലോമീറ്റർ ചെയ്യുക എന്നുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജനവാസ മേഖലയിലുള്ള കുറച്ച് ആനകളുണ്ട്. അതിനപ്പുറം കടത്തിവിടാനുള്ള ഒരു ഡ്രൈവ് അടിയന്തരമായി. RRT സംഘത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും മുള്ളരിങ്ങാട് മേഖലയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തിപ്പെടുത്തണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വന്നിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്രൊജക്ടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഇടപെടലുണ്ടാകും. അത് ഇപ്പോൾ RKBയുടെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന 5 കിലോമീറ്റർ പൂർത്തീകരിച്ചു. നല്ല ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അത് 10 കിലോമീറ്റർ ഭാഗം ഫെൻസിംഗ് ഇടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ 10 കിലോമീറ്ററിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വന്നിട്ടുണ്ടോ, അത് പ്രോജക്റ്റ് റെഡിയാണോ? അതായത് മുള്ളരിങ്ങാട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ഭയാശങ്ക ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സഹോദരൻ 20 വയസ്സ് മാത്രം പ്രായമുള്ള അമീർ മരണപ്പെട്ടപ്പോൾ ഉണ്ടായതായിട്ടുള്ള ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട്. മുള്ളരിങ്ങാട് മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കാനും കൂടുതൽ വാച്ചർമാരെ നിയമിക്കുന്ന കാര്യവും പരിഗണനയിൽ ഉണ്ടെന്ന് റേഞ്ച് ഓഫീസർ ടോമിൻ J. അരഞ്ഞാണി പറഞ്ഞു. ഫണ്ട് റെഡിയാവുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ ഒരിടത്തും താമസം വരില്ലാത്ത രീതിക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഈ ഡ്രൈവിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതലൊരു സേന വേണം, നാട്ടുകാരുടെ സഹകരണം വേണം. അതുപോലെ പെരിയാറിന് കരയിലുള്ള ഒരു ഫെൻസിങ് ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട് നാബാർഡിൻ്റെ കീഴിൽ. ആ ഫെൻസിങ് പൂർത്തിയായെങ്കിൽ നമുക്ക് ഈ ആനകൾ ഡ്രൈവ് ചെയ്ത് കടത്തിയതിന് ശേഷം അത് അടച്ചെങ്കിലും ഉപകാരം ഉണ്ടാകും. അപ്പോൾ ആ ഫെൻസിങ് പൂർത്തിയാവുന്ന മുറയ്ക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് 3 കിലോമീറ്റർ അവിടെ ടോട്ടൽ 5 കിലോമീറ്ററാണുള്ളത്. അത് പൂർത്തിയാവുന്നതോട് കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അതിനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. യോഗത്തിൽ സബ് കളക്ടർ അനൂപ് ഖാർഗ് IAS, കോതമംഗലം DFO PU സാജു IFS, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു, തഹസിൽദാർ സക്കീർ, മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസർ ടോമിൻ J. അരഞ്ഞാണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രവി കൊച്ചിടക്കുന്നേൽ, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു.